കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു നാടൻ ചീരത്തോരനാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയുടെ പ്രത്യേകത നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെയുള്ള ചീരയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലുള്ള ചീരയാണ് ഇന്നത്തെ തോരന് വേണ്ടി എടുക്കുന്നത്. കുറച്ച് ചീരകൾ മാത്രമേ നട്ടിട്ടുള്ളൂ. പയറിനും കുക്കുംബറിനും ഒക്കെ ഇടവേളയായിട്ടാണ് ഞാനിവിടെ ചീര നട്ടിട്ടുള്ളത്. നമ്മൾ പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില ഇലകളിലൊക്കെ കീടങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. എന്നാലും ഭൂരിഭാഗവും നല്ല ഇലകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പാകമായ ചീരയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ചീര നന്നായി വാഷ് ചെയ്തു. ഇനിയും ഇത് ചെറുതായിട്ട് തോരന് വേണ്ടി കട്ട് ചെയ്യുകയാണ്. ചുവന്ന ചീരയുടെ ഗുണങ്ങൾ പൊതുവെ മലയാളികളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇത് വളരെ പോഷക സമ്പന്നമായ ചീരയാണ്. ഈ ചീര ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നിരവധി രോഗങ്ങളെ അകറ്റി നിർത്തുവാനായിട്ട് നമുക്ക് സഹായകരമായിരിക്കും. വിളർച്ച, ത്വക്ക് രോഗങ്ങൾ, നേത്ര രോഗങ്ങൾ, ആസ്മ, അതിസാരം, അസ്ഥിരോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ഇവയിലെല്ലാം ചുവപ്പ് ചീര ഏറെ ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ആയുർവേദത്തിൽ മരുന്നായും ചുവപ്പ് ചീര ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തോരന് വേണ്ടിയുള്ള ചീര മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഏകദേശം 1/4 കിലോയോളം ചീരയാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക്, ഒരു 4-5 ചെറിയുള്ളി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, തോരന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇനി തോരൻ തയ്യാറാക്കുവാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്കിന് ഒരു 1/2 ടീസ്പൂൺ കടുക് അതിലേക്ക് ഇട്ട് പൊട്ടിക്കുകയാണ്. ഇനി 2 വറ്റൽ മുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2-3 ചെറിയുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടുമ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് പാനിൽ നന്നായിട്ടൊന്ന് നിരത്തിയിട്ടതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഈ ചീരയുടെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരുമിച്ച് മിക്സ് ചെയ്യേണ്ട. ഇപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങ വേഗം കരിഞ്ഞു പോകാനായിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളിത് അടച്ചു വെച്ച് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഒട്ടും വെള്ളം നമ്മളിതിൽ ചേർക്കുന്നതുമില്ല. ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ അടപ്പ് തുറക്കാം. ഇപ്പോൾ ഈ ചീരയൊക്കെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുപോലെ മസാല എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ അതൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് തന്നെ വേവിക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പം തന്നെ നമുക്കിത് തുറക്കാം. വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീര നന്നായി വെന്ത് കഴിഞ്ഞു. ഇപ്പം മുഴുവനും നമ്മളൊരു 3 മിനിറ്റ് നേരം മാത്രമേ ഇത് വേവിച്ചിട്ടുള്ളൂ. ആദ്യം 2 മിനിറ്റും ഇപ്പോൾ 1 മിനിറ്റും. അത്രയും മാത്രം വെന്താൽ മതിയാകും ചീര. ഒരുപാട് നമ്മൾ ഡ്രൈ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നശിച്ചു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡിയായി കഴിഞ്ഞു. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ തളിക്കുന്നത് കുറച്ചുകൂടെ രുചിയും മണവും ലഭിക്കുവാൻ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉള്ള ചെറിയ സ്ഥലത്ത് ഇതുപോലെ ചീരയൊക്കെ നട്ടു വളർത്തുവാണെങ്കിൽ
അതിൽ നിന്നും തോരനോ അല്ലെങ്കിൽ അതുപോലെ മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മുടെ നല്ല ആരോഗ്യം നിലനിർത്തുവാൻ സഹായകരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.